നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അന്ന് ലോക്കപ്പിൽ വന്ന് അവരെന്നെ ഭീഷണിപ്പെടുത്തിയപ്പോ ഞാൻ അവരോട് ഒരു കാര്യം പറഞ്ഞില്ല. പറയാത്തത് നീ എന്നോടൊപ്പം ഇനിയും നിൽക്കുമെന്ന വിശ്വാസം കൊണ്ട്. ജയറാമിനെ കൊല്ലാൻ ഞാൻ കൊട്ടേഷൻ കൊടുത്തത് നിന്റെ പ്രേരണയോടെ ആയിരുന്നുവെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. ഇന്ദ്രജെ, കമ്പവും കഴിഞ്ഞു, കാറ്റ് ഊതി. ആ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. ഇനി അതൊക്കെ വെറുതെ കുത്തിപ്പൊക്കുന്ന എന്തിനാ? ആ പ്രശ്നമൊന്നും അങ്ങനെ അവസാനിച്ചിട്ടില്ല. ആ കേസിൽ എന്നെ ജാമ്യത്തിൽ വിട്ടെന്നേ ഉള്ളൂ. അതിന്റെ ബാക്കി കാര്യങ്ങൾ പിറകെ വരിക. ഇന്ദ്രജെ, എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ ഇനി ഒന്നിനുമില്ല. അന്ന് എന്റെ അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുപോയി. അതൊക്കെ മറന്നേക്ക്. ഇന്ദ്രജ ഒരു കാര്യവും മറക്കാറില്ല. കിട്ടാനുള്ളത് കണക്ക് പറഞ്ഞു മേടിക്കും. കൊടുക്കാനുള്ളത് എണ്ണി എണ്ണി പറഞ്ഞ് തിരികെ കൊടുക്കുകയും ചെയ്യും. നിന്റെ ആങ്ങളുടെ ഭാര്യയല്ലേ ഇന്ദ്രജയ ഞാൻ? എന്റെ കുടുംബത്തിന് ഞാൻ സമാധാനമായിട്ടൊന്ന് ജീവിച്ചോട്ടെ. നീയൊന്ന് എന്നെ വേദനിപ്പിച്ചിട്ട് അങ്ങനെ സമാധാനത്തോടെ ജീവിക്കില്ല. എത്ര ഉടവാൾ പൂജകൾ നടത്തിയാലും ചെമ്പകമംഗലത്ത് സമാധാനം ഉണ്ടാവില്ല. ഇത് ഇന്ദ്രജയ പറയുന്നത്. ഉടവാൾ പൂജ നടത്തിയെന്നോ? ഇതൊക്കെ ഇന്ദ്രജയ എങ്ങനെ അറിഞ്ഞു? ഞാൻ എല്ലാം അറിയും. അവിടെ വീശുന്ന കാറ്റ് വരെ എന്നോട് വന്ന് കാര്യം പറയും. അവിടെ നടക്കുന്ന എല്ലാ രഹസ്യങ്ങളും ഞാൻ അറിയും. ഇനി ആ ഉടവാള് മോഷണത്തിന് പിന്നില് ഇവളായിരുന്നു. ഇന്ദ്രജി ഇപ്പൊ പോ. എനിക്കെന്തോ തീരെ സുഖമില്ല. നമുക്ക് പിന്നെ സംസാരിക്കാം. നീ പഴയതുപോലെ എന്നോടൊപ്പം കൂടുന്നോ? ഞാൻ കഴിഞ്ഞതെല്ലാം മറക്കാം. ഒരിക്കലും ഇല്ല ഇന്ദ്രജെ. എന്നെ ഇനി അതിനൊന്നും പ്രതീക്ഷിക്കണ്ട. എങ്കിൽ ഞാനും നീയും തമ്മിലുള്ള യുദ്ധത്തിന്റെ ശംഖുവിളി ഇവിടെ തുടങ്ങുന്നു. നിന്നെയും നിന്റെ മകനെയും ഞാൻ ഇല്ലാതാക്കും. പിന്നെ കടലെടുക്കും പോലെ നിന്റെ കുടുംബത്തെ ഞാനിങ്ങ് എടുക്കും. അയ്യോ മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.